മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 52-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തദാകമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാഃ സ പരോക്ഷഭാവം നിന്നേധ വത്സഗണൻ പ്രവിദത്യമായം. അതായത് അഘാസുരൻ്റെ തേജസ്, ആത്മാവ് ഭഗവാനിൽ ലയിക്കണത് മുകളിൽ നിന്നുകൊണ്ട് ദേവന്മാരൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. ആ ദേവന്മാരൊക്കെ കണ്ട് സ്തുതിച്ചു ഭഗവാനെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സ്തുതിച്ചു എങ്കിലും കുറച്ചൊരു അഹങ്കാരോ എന്തൊക്കെയോ ഒന്ന് ഒരു അത്ഭുതം ഉണ്ടായി. നല്ലോണം ഈ തേജസ് അങ്ങോട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് ചെന്ന് ഭഗവാന്റെ ശരീരത്തിൽ ചെന്ന് ലയിക്കുന്നു കണ്ടപ്പോൾ ദേവന്മാർക്കൊക്കെ അത്ഭുതമായി. ബ്രഹ്മാവിന് പ്രത്യേകിച്ചും നല്ലോണം അത്ഭുതമായി. എന്താ ഇതുണ്ടായത് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ആശ്ചര്യം ബ്രഹ്മാവിനുണ്ടായി. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഭഗവാൻ ഇത്ര വലിയ ശക്തി എന്താണ്, ഈ തേജസ് ഇങ്ങോട്ട് ഭഗവാനിൽ നിന്ന് ലയിക്കാൻ, ഉണ്ണികൃഷ്ണനിൽ വന്ന് ലയിക്കാനുള്ളതായിട്ടുള്ള കാരണം എന്താണ് എന്നൊക്കെ ഒന്ന് അറിയണം എന്ന് തീർച്ചയാക്കി ബ്രഹ്മാവ് എന്ന്. അതാണ് എന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് പറയുകയാണ്. അന്യാവതാര നികരേഷു, അന്യ അവതാരങ്ങൾ, വേറെയും പല അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. 9ാമത്തെ അവതാരമായിട്ടാണ് ഈ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളിൽ 9ാമത്തെ അവതാരമായിട്ടാണ് ഈ കൃഷ്ണനായിട്ടുള്ള ഈ അവതാരം. അതിൻ്റെ മുമ്പ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം തുടങ്ങിയതായിട്ടുള്ള ശ്രീരാമൻ, പരശുരാമനൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ അവതാരങ്ങളിലൊന്നും ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ശക്തി വിശേഷം കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇങ്ങനെ ഇപ്പം ഈ അവതാരത്തിൽ മാത്രം ഇങ്ങനെ ഒരു ശക്തി വിശേഷം എന്ന് അത്ഭുതവും തോന്നി. അന്യാവതാര നികരേഷു, അന്യങ്ങളായിട്ടുള്ള മറ്റുള്ളതായിട്ടുള്ള അവതാരങ്ങളുടെ സമൂഹം, നികരം സമൂഹം, ആ സമൂഹങ്ങളിലൊക്കെ അനിരീക്ഷിതം, കാണാത്തതായിട്ടുള്ള, കാണപ്പെടാത്തതായിട്ടുള്ള വേറെ ഒരവതാരത്തിലും ഇത്രത്തോളം അത്ഭുതം കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് ബ്രഹ്മാവ്. അങ്ങനെയുള്ളതായിട്ടുള്ള തേ ഭൂമാതിരേകം, അങ്ങയുടെ ഭൂമാതിരേകം, ഐശ്വര്യത്തിൻ്റെ ആ അതിശക്തി, ആധിക്യം, അത് കണ്ടിട്ട്, ആ ഐശ്വര്യത്തിൻ്റെ ആധിക്യം കണ്ടിട്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈശ്വര സ്വഭാവമോ എങ്ങനെ ഉണ്ടായത് എന്ന് ഒരു ഭൂമാതിരേകം, ആ ഐശ്വര്യത്തിൻ്റെ ആധിക്യത്തെ കണ്ടിട്ട് അഭിവീക്ഷ്യ കണ്ടിട്ട് തഥാ അഖമോക്ഷേ, എവിടെയാണ് അത് കണ്ടത്? തഥാ അഖമോക്ഷേ തഥാ, അപ്പോൾ ആ സമയത്ത് ഇവർ മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നല്ലോ ആകാശത്തിൽ നിന്ന്. അപ്പം അങ്ങനെ ആ അഖമോക്ഷത്തിൽ, അഘാസുരന് മോക്ഷം കൊടുത്തതായ അവസരത്തിൽ ആണല്ലോ, അഘാസുരൻ്റെ തേജസ് ഭഗവാനിൽ തന്നെ വന്ന് ലയിച്ചില്ലേ. അപ്പോൾ ആ അഘാസുരനുള്ളതായിട്ടുള്ള ആ മോക്ഷം കൊടുത്തതായ അവസരത്തിൽ അത് നേരിട്ട് കണ്ടു. ഇവരൊക്കെ, ഈ ദേവന്മാരൊക്കെ അത് നേരിട്ട് കാണുകയാണ് ചെയ്തത്. ഈ തേജസ് എന്ന് ഭഗവാനിൽ ലയിക്കണത് അവരൊക്കെ നേരിട്ട് കണ്ടു. അപ്പം അങ്ങനെ ആ അഖമോക്ഷത്തിൽ, അഘാസുരന് മോക്ഷം കൊടുത്തതായ ആ സംഭവത്തിൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഐശ്വര്യ അതിരേകം കണ്ടിട്ട് ബ്രഹ്മാ പരീക്ഷിതുമനാഹ, അതൊന്ന് പരീക്ഷിച്ചേക്കാം എന്ന് തീർച്ചയാക്കി. ഈ ഭഗവാന്റെ ഈ ശക്തി എത്രത്തോളം ഉണ്ട് എന്നൊന്ന് പരീക്ഷിക്കാം എന്ന് തീർച്ചയാക്കി ബ്രഹ്മാവിന് നല്ല നിശ്ചയുള്ളതാണ് ഭഗവാന്റെ ശക്തിയൊക്കെ. പക്ഷേ ചില സമയത്ത് അങ്ങോട്ട് ചില സ്വഭാവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതാണ്. വളരെ രാജസ സ്വഭാവം ആ ബ്രഹ്മാവിനുണ്ട്. ആ ബ്രഹ്മാവിനുള്ളതായിട്ടുള്ള ആ രാജസ സ്വഭാവം അങ്ങോട്ട് പൊങ്ങി. അപ്പോൾ ഈ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീർച്ചയാക്കി എന്നാണ്. ബ്രഹ്മാ പരീക്ഷിതുമനാഹ, പരീക്ഷിക്കാനുള്ള മനസ്സോടുകൂടി, ആഗ്രഹത്തോടുകൂടി പരീക്ഷിതുമനാഹ സ ബ്രഹ്മ, അപ്രകാരമുള്ളതായ ആ ബ്രഹ്മാവ്, അതായത് ഈ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ഇത്ര ആശ്ചര്യം കണ്ടിട്ടില്ല. അപ്പം ഇതൊന്ന് പരീക്ഷിച്ചേക്കാം എന്ന് താല്പര്യത്തോടു കൂടിയതായ ആ ബ്രഹ്മാവ്, സഹ ബ്രഹ്മ പരോക്ഷഭാവം നിന്നേ അഥ വത്സഗണൻ പ്രവിദത്യ മായാം പ്രവിദത്യ
തൻ്റെ മായയെ ഒന്ന് അങ്ങോട്ട് പരത്തി, അതായത് ഒന്ന് പ്രകാശിപ്പിച്ചു. ആ മായ ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ ഒരു മായാശക്തി ഉണ്ട് ബ്രഹ്മാവിന്. ആ മായയെ ഇവിടെ ഒന്ന് പ്രകടാക്കി എന്നാണ്. ഭഗവാന്റെ അടുത്താണ് മായ നോക്കിയത് എന്നുള്ളതാണ്. ആ മായയെ ഒന്ന് പ്രകടമാക്കി, പ്രത്യക്ഷമാക്കി. എങ്ങനെയാണ് പ്രത്യക്ഷമാക്കിയത്? വത്സക ഗണാൻ വത്സക ഗണങ്ങളെ, പശുക്കുട്ടി കൂട്ടങ്ങളെ, വത്സകന്മാർ പശുക്കുട്ടികൾ, ആ പശുക്കുട്ടികളുടെ കൂട്ടത്തെ ഗണാൻ കൂട്ടങ്ങളെ, അനവധി പശുക്കുട്ടികളുണ്ട്. എല്ലാ ശിശുക്കളുടെയും നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് പശുക്കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ചാണ് മേയണത്. ആ പശുക്കുട്ടികളുടെ കൂട്ടത്തെ മുഴുവൻ വത്സക ഗണാൻ, എല്ലാ പശുക്കുട്ടികളുടെ കൂട്ടങ്ങളെയും പ്രവിധത്യ, മായയെ പരത്തിയിട്ട്, തൻ്റെ മായയെ പ്രകാശിപ്പിച്ചിട്ട്, പരോക്ഷഭാവം നിന്നെ, പരോക്ഷഭാവത്തെ നയിച്ചു, പരോക്ഷഭാവത്തിലേക്ക് നയിച്ചു. പരോക്ഷഭാവം എന്ന് വെച്ചാൽ പ്രത്യക്ഷം എന്നുള്ളതിൻ്റെ വിപരീതമാണ് പരോക്ഷം. പ്രത്യക്ഷമായിട്ട് കാണാവുന്ന പശുക്കുട്ടികളായിരുന്നു, അവരെയൊക്കെ പരോക്ഷമാക്കി എന്ന് വെച്ചാൽ കാണാൻ വയ്യാതാക്കി, അവരെയൊക്കെ മറച്ചു കൊണ്ട്, കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ വയ്യാതാക്കി തീർത്തു ആ പശുക്കുട്ടികളെയൊക്കെ. പരോക്ഷഭാവം നിന്നെ, പരോക്ഷഭാവത്തിലേക്ക് നിന്നെ നയിച്ചു. പരോക്ഷഭാവത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ കാണാതാക്കി, അവരെയൊക്കെ അദൃശ്യരാക്കി തീർത്തു. ഈ പശുക്കുട്ടികളെയൊക്കെ ഒന്ന് മായ കൊണ്ട് മറച്ചു. ബ്രഹ്മാവ് തൻ്റെ മായ കൊണ്ട് ഈ പശുക്കുട്ടികളെയൊക്കെ മറച്ചു, കാണാതെ കണ്ടാക്കി എന്നാണ്. അന്യാവതാരധികരേഷു, മറ്റ് അവതാര സമൂഹങ്ങളിൽ, നികരത്തിൽ മറ്റ് അവതാരങ്ങളിലൊക്കെ അനിരീക്ഷിതം തേ, കാണപ്പെടാത്തതായിട്ടുള്ള, വേറെ അവതാരങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്തതായ ഈ ഭൂമാതിരേകം, ആ ശക്തിയുടെ ഐശ്വര്യത്തിൻ്റെ ആധിക്യം നീ അഭിവീക്ഷ്യ, കണ്ടിട്ട്, തഥാ, ഇപ്പോൾ ഈ സമയത്ത് ഈ അഘമോക്ഷത്തിൽ, തഥാ അഘമോക്ഷേ, മോക്ഷാസുരന് മോക്ഷം കൊടുത്തതായ ഈ പ്രവൃത്തിയിൽ ഭഗവാന്റെ അത്യധികമായിട്ടുള്ള ആ ഐശ്വര്യ അതിരേകത്തെ കണ്ടിട്ട് ബ്രഹ്മാവ് പരീക്ഷിതുമനാഹ, എന്നാൽ എത്രത്തോളം ഉണ്ടെന്നൊന്നും നോക്കണല്ലോ എന്ന് തീർച്ചയാക്കിയിട്ട് പരീക്ഷിക്കാനായി ആഗ്രഹത്തോടു കൂടി മായാം പ്രവിധത്യ, മായയെ വിടർത്തിയിട്ട്, മായയെ പ്രകാശിപ്പിച്ചിട്ട്, തൻ്റെ മായയെ കാണിച്ചുകൊണ്ട്, വത്സകഗണാൻ പരോക്ഷഭാവം നിന്നെ, വത്സകഗണാൻ, വത്സക സമൂഹത്തെ, പശുക്കുട്ടികളുടെ കൂട്ടങ്ങളെ പരോക്ഷഭാവം നിന്നെ പരോക്ഷമാക്കി തീർത്തു, അപ്രത്യക്ഷമാക്കി തീർത്തു, അദൃശ്യമാക്കി തീർത്തു എന്നർത്ഥം. അടുത്ത ശ്ലോകം. വത്സാന വീക്ഷ്യ വിവശേ പശുപോൽക്കരേ താൻ ആനേതു കാമൈവ താതൃമതാനുവർത്തി ത്വം സാമിഭുക്തകബളോ ഗതവാംസ്തദാനീം ഭുക്താം സ്ഥിരോധിത സരോജഭവകുമാരൻ. അപ്പോൾ ഭഗവാൻ എന്താണ് ഉണ്ടായത് എന്ന് പറയുകയാണ്. ഭഗവാന് മനസ്സിലായി ഇത് ബ്രഹ്മാവിൻ്റെ പണിയാണ്. ഈ കുട്ടികളെ കാണാണ്ടാക്കിയത്, പശുക്കുട്ടികളെ കാണാണ്ടാക്കിയത് ബ്രഹ്മാവിൻ്റെ പണിയാണ്. തന്നെ ഒന്ന് പരീക്ഷിക്കാൻ ചെയ്തതാണ്. ശരി, എന്നാൽ അതൊന്ന് എത്രത്തോളം പോകുന്നൊന്ന് കാണാലോ, എൻ്റെ ശക്തി ഒന്ന് ഞാനും കാണിച്ചു കൊടുക്കാം എന്ന് ഭഗവാനും തീർച്ചയാക്കി എന്നാണ്. അപ്പോൾ അതൊന്നും ബാക്കിയുള്ളവരോട് പറഞ്ഞില്ല, ബാക്കി ഗോപാലന്മാരോടൊന്നും പറഞ്ഞില്ല, ഗോപാലബാലന്മാരോട്, വേറെ ഉള്ളതായിട്ടുള്ള കുട്ടികളോടൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്തേ ചെയ്തത്? വത്സാൻ അവീക്ഷ്യ, വത്സന്മാരെ, അതായത് പശുക്കുട്ടികളെ അവീക്ഷ്യ, കാണാതായപ്പോൾ, എല്ലാ കുട്ടികളുടെയും പശുക്കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ അവരൊന്നും കാണാനില്ല, ഒരു പശുക്കുട്ടിയും കാണാനില്ല അവിടെ. അവരിങ്ങനെ മെലിഞ്ഞും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാതും കാണാണ്ടേ, എല്ലാ പശുക്കുട്ടികളെയും കാണാണ്ടേ. അപ്പോൾ വത്സാൻ അവീക്ഷ്യ, അവരെ കാണാണ്ടായപ്പോൾ, ആ പശുക്കുട്ടികളെ കാണാതായപ്പോൾ, വിവശേ പശുപോൽക്കരേ വിവശേ, പശുപോൽക്കരേ, പശുവന്മാരുടെ സമൂഹം, കൂട്ടം, പശുവന്മാരുടെ, അതായത് ഗോപാലബാലന്മാരുടെ ആ സമൂഹം, കുട്ടികളൊക്കെ, എല്ലാ ഇടയബാലന്മാരും, എല്ലാ ഗോപാലബാലന്മാരും വിവശന്മാരായി തീർന്നു. വെളിച്ചാവുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അച്ഛനമ്മമാർ പറഞ്ഞിട്ട്, അവരുടെയൊക്കെ പശുക്കളുടെയൊക്കെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെയൊന്നും കാണാണ്ടേ. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല. എല്ലാവരും വല്ലാണ്ട് വിവശന്മാരായി തീർന്നു. എന്താണ് ഇനി ചെന്ന് പറയേണ്ടത്?
കുടുംബത്തിൽ ചെന്നാൽ എന്താ പറയുക, കുട്ടികളെ മേയ്ക്കാൻ കൊണ്ടുപോയ പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല. അപ്പോൾ എല്ലാവർക്കും വൈവശ്യം വന്നു, വിഷമായി എല്ലാവർക്കും. അങ്ങനെ എല്ലാ ഗോപാലന്മാരും വിവശന്മാരായി തീർന്ന അവസരത്തിൽ വിവശേ പശുപോൽക്കരെ, എല്ലാ പശുപോൽ സമൂഹങ്ങളും, അതായത് ഗോപാലബാലന്മാരും അവരുടെ സമൂഹവും വിവശന്മാരായി തീർന്ന അവസരത്തിൽ താൻ പശുപോൽക്കരെ താൻ ആനേതുകാമ ഇവ, താൻ ആ പശുക്കുട്ടികളെ ആനേതുകാമഹ ഇവ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്നതുപോലെ. വാസ്തവത്തിൽ ഭഗവാന് മനസ്സിലായിട്ടുണ്ട് ഈ ബ്രഹ്മാവ് മറച്ചു വെച്ചതാണ് കുട്ടികളെ എന്നൊക്കെ. പക്ഷേ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചു കൊണ്ടുവരാം കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് താൻ ആനേതുകാമഹ ഇവ, അവരെ കൊണ്ടുവരാൻ എന്ന മട്ടിൽ എന്നാ തോന്നുമാറ് ആനേതും കാമം ഉള്ളതുപോലെ തിരിച്ചു കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുകയാണോ എന്ന് തോന്നുമാറ് ആനേതുകാമ ഇവ ധാതൃമതാനുവർത്തി, ധാതൃമതം, ധാതാവ് എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ മതത്തെ അനുസരിച്ചുകൊണ്ട്, അതായത് ബ്രഹ്മാവ് ഈ തന്നെ ഒന്ന് പരീക്ഷിക്കാനാണല്ലോ നോക്കണത്, എന്നാൽ പരീക്ഷിക്കട്ടെ എന്ന് തീർച്ചയാക്കിയിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരാൻ, പശുക്കുട്ടികളെ കൊണ്ടുവരാൻ എന്നുള്ള നാട്യത്തിൽ അങ്ങ് ധാതൃമത അനുവർത്തി, ബ്രഹ്മാവിൻ്റെ മതത്തെ, ആഗ്രഹത്തെ അനുവർത്തിച്ചുകൊണ്ട് എന്ന പോലെ അനുവർത്തിച്ചുകൊണ്ട് അങ്ങും അനുവർത്തി ത്വം സാമ്യഭുക്തകബള, പകുതി ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, പകുതി ചോറ് ഉള്ള കയ്യിലുണ്ട്, പകുതി ചോറുള്ളയാണ് ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പകുതി ചോറിൻ്റെ ഉരുള അത് പകുതിയെ കഴിച്ചിട്ടുള്ളൂ, പകുതി ബാക്കി കയ്യിലുണ്ട്. ആ സാമി എന്ന് വെച്ചാൽ പകുതി ഭുജിച്ചതായ കബളത്തോടു കൂടിയ, കബളം എന്ന് പറഞ്ഞാൽ വായിൽ കൊള്ളാവുന്നതായിട്ടുള്ള ഉരുള, ചോറിൻ്റെ ഉരുള, അത് പകുതിയെ കഴിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് കയ്യിലാണ്. സാമ്യഭുക്ത കബള, പകുതി മാത്രം ഭക്ഷിച്ച കബളത്തോടുകൂടി, ഉരുളയോടുകൂടി ഗതവാൻ അങ്ങ് പോയി, അതായത് പശുക്കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങ് ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്തു നിന്ന് പോയി, ഗതവാൻ അങ്ങ് പോയി. തദാനീം, ആ സമയത്ത് എന്തുണ്ടായി? ഭഗവാൻ കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട്, പശുക്കുട്ടികളെ അന്വേഷിച്ചുകൊണ്ട് പോയതായ അവസരത്തിൽ തദാനീം, ആ സമയത്ത് ഭുക്താം സ്ഥിരോധിത സരോജഭവ കുമാരാൻ, സരോജത്തിൽ നിന്ന് ഉണ്ടായവൻ ബ്രഹ്മാവ്, താമരയിൽ നിന്നുണ്ടായവൻ ബ്രഹ്മാവ് കുമാരാൻ തിരോധിത, കൂട്ടുകാരെയും ഗോപാലബാലന്മാരെയും കുമാരന്മാരെയും, അതായത് ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള ആ ഗോപബാലന്മാരെയും തിരോധിത മറച്ചു, അവരെയും കൂടി മറച്ചു, അവരെ കാണാണ്ടാക്കി എന്നാണ്. ആദ്യം പശുക്കുട്ടികളെ കാണാണ്ടാക്കി. അപ്പം പശുക്കുട്ടികളെ അന്വേഷിക്കാൻ എന്നുള്ള നാട്യത്തിൽ ഭഗവാൻ പോയതായ അവസരത്തിൽ മറ്റേ കുട്ടികൾ അവിടെ ഉണ്ടല്ലോ, ആ കുട്ടികളെയും ഭഗവാൻ ബ്രഹ്മാവ് മറച്ചു വെച്ചു എന്നാണ്. എങ്ങനെയാണ്? ഭുക്താൻ, അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ ഈ പശുക്കുട്ടികളെ അന്വേഷിച്ച് പോയതായിട്ടുള്ള സമയത്ത് നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ വരാൻ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടുന്ന്. അപ്പോൾ ബാക്കി കുമാരന്മാരൊക്കെ, കുട്ടികളൊക്കെ അവരവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം അങ്ങനെ അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അങ്ങോട്ട് മറച്ചു എന്നാണ്. ബ്രഹ്മാവ് അവരെ കാണാണ്ടേക്ക്. ഭുക്താൻ സ്ഥിരോധിത, ഭുക്താൻ എന്ന അവിടെ പദം മുറിക്കുക, ഭുക്താൻ സ്ഥിരോധിത പദം മുറിച്ച് ഒന്നിച്ചു ചെല്ലുമ്പോൾ ഭുക്താൻ സ്ഥിരോധിത എന്നാവും. ഭക്ഷിച്ചു കഴിഞ്ഞതായിട്ടുള്ള ഭുക്തന്മാരായ, ഭക്ഷിച്ചു കഴിഞ്ഞതായിട്ടുള്ള ആ കുമാരന്മാരെ, ഗോപാലബാലന്മാരെ ബ്രഹ്മാവ് മറച്ചു വെച്ചു. തദാനീം, ആ സമയത്ത് ബ്രഹ്മാവ് ബാക്കിയുള്ളതായിട്ടുള്ള കുട്ടികളെയും മറച്ചു. ആദ്യം ശിശുക്കളെ മറച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവരെ അന്വേഷിക്കാനായിട്ട് ഭഗവാൻ പോയപ്പോൾ ബാക്കി കുട്ടികളെയും മറച്ചു, കാണാതാക്കി എന്നാണ്. വത്സാനവീക്ഷ്യ, വത്സന്മാരെ, പശുക്കുട്ടികളെ അവീക്ഷ്യ കാണാതെ കണ്ട് വിപശയെ പശുപോൽക്കരെ, പശുവന്മാരുടെ ഉത്കരം, അതായത് പശുക്കളെ രക്ഷിക്കുന്നതായിട്ടുള്ള ഗോപാലബാലന്മാരുടെ സമൂഹം വിവശരായി തീർന്നപ്പോൾ, വിവശേ സതി, വിവശന്മാരായി തീർന്നപ്പോൾ, താൻ ആനേതുകമൈവ, താൻ ആ പശുക്കുട്ടികളെ
ആനേതുകാമഹ കൊണ്ടുവരാൻ എന്ന മട്ടിൽ ഇവ ആനേതുകാമഹ ഇവ ഇവ എന്നുള്ളത് അവിടെ അങ്ങനെയാണോ എന്ന് തോന്നും എന്നുള്ള വിധത്തിലാണ്. സ്വതേ അങ്ങനെയല്ല പോയത്. ഭഗവാന് ഈ ബ്രഹ്മാവിൻ്റെ ശക്തി ഒന്ന് പരീക്ഷിച്ചേക്കാം, ബ്രഹ്മാവിനൊന്ന് തൻ്റെ ശക്തി കാണിച്ചു കൊടുക്കാം എന്നുള്ള നിലയിലാണ് പോയിരിക്കുന്നത്. പക്ഷേ അത് നാട്യം അങ്ങനെയല്ല, കുട്ടികളെ കൊണ്ടുവരാൻ എന്നുള്ളതായിട്ടുള്ള നാട്യത്തിൽ താൻ ആനേതുകാമ ഇവ ധാതൃമതാനുവർത്തി, ധാതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ മതം ആഗ്രഹം അതിനെ അനുവർത്തിച്ചുകൊണ്ട് അതിനനുസരിച്ച് അങ്ങും സത്വം സാമ്യഭുക്ത കബള പകുതി ഭക്ഷിച്ചതായ കബളത്തോടുകൂടി കയ്യിലെ ഉരുളയോടുകൂടി ഗതവാൻ അങ്ങ് പോയി. ഭുക്താം അപ്പോൾ തദാനീം ആ സമയത്ത് ഭുക്തന്മാരായ ഭക്ഷണം കഴിച്ചതായ ആ കുമാരന്മാരെ കുട്ടികളെ തിരോധിത മറച്ചു വെച്ചു. ആര്? സരോജഭവൻ ബ്രഹ്മാവ് ആ തിരോധിത കുമാരന്മാരെയും മറച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകവും എല്ലാം അന്യാവതാര നികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭീക്ഷ്യ തദാഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാ സ പരോക്ഷഭാവം നിന്നേധ വത്സഗണൻ പ്രവിദത്യമായം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മുജ്ജന്മമൊന്നിലുമഹോ വെളിവാക്കിടാത്ത നിൻ പ്രാഭവാധികത കണ്ടഖ ദൈത്യമോക്ഷേ ധാതാവു നിന്റെ കഴിവൊന്നതളന്നു നോക്കാൻ തന്മായയാൽ പശുകിടങ്ങളെ മൂടിവച്ചു. വത്സാന വീക്ഷ്യ വിവശേ പശുപോത്കരേ താനാനേതുകാമൈവ ധാതൃമതാനുവർത്തി ത്വം സാമിഭുക്തകബളോ ഗതവംസ്തദാനീം ഭുക്താം സ്ഥിരോധിത സരോജഭവകുമാരൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാണാഞ്ഞു കന്നുകളെ ആകെ പരിഭ്രമിക്കും ബാലർക്കു വേണ്ടി വിധി മോഹവുമേകിടാനും ആരാഞ്ഞു നീയുരുള പാതി കഴിച്ച പാടെ പോയിത്തതാ വിധി മറച്ചിതു ബാലരെയും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.